സർ, ഒരു കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ സ്വാധീനവും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നതാണ് നേപ്പാൾ. നമ്മുടെ സി പി എമ്മിൻ്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അന്തരിച്ച സീതാറാം യെച്ചൂരി ഈ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ട് ആത്മബന്ധം പുലർത്തിയിരുന്നു. നിരന്തരം അവിടെ യാത്ര ചെയ്യുകയും അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും ഈ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ കണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നും അങ്ങനെ മിണ്ടുന്നില്ല. അവർ വലിയ പ്രസ്താവനകളോ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളോ ഒന്നും നൽകുന്നില്ല. ഇതിനെ അങ്ങ് തമസ്കരിക്കുന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് പോലും. എന്തുകൊണ്ടാണ് സാർ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നേപ്പാളിലെ സംഭവ വികാസങ്ങളിൽ താല്പര്യമില്ലാത്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇന്ന് സീതാറാം യെച്ചൂരിയുടെ ചരമത്തിൻ്റെ 1-ാം വാർഷികം. ഏതാണ്ട് ഈ സന്ദർഭത്തിൽ തന്നെ സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല, ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പരിവാറിന് വേണ്ടി നേപ്പാളിൽ നടത്തിയ പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ശരിയാവില്ല. കൃത്യമായും ചൈനയ്ക്ക് വേണ്ടി നേപ്പാളിൽ നടത്തിയ ഇടപെടലുകൾ, ആ ഇടപെടലുകളുടെ ഫലമായി ഉള്ള ഒരു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി, ആ ഒരു പ്രധാനമന്ത്രിയെ പിടിച്ചടക്കേണ്ട ഒരു സാഹചര്യം നേപ്പാളിൽ ഉണ്ടായെങ്കിൽ അതൊക്കെ ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അരാജകത്വത്തിൻ്റെ ശൈലിയിലാണ് സംഭവിച്ചതെന്നും പറയുമ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും സീതാറാം യെച്ചൂരിയുടെ അനുചരന്മാർക്കും കുറേ സമയത്തേക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാവും. ഒരു ബോധക്ഷയം വന്നതുപോലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുകയല്ല. ദേശാഭിമാനിയിലൊക്കെ എല്ലാ വാർത്തയ്ക്കകത്തും പറയുന്നത് അവിടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിൻ്റെ പേരിലുള്ള സമരമെന്നാണ്. അപ്പോഴും ഒരു കാര്യമുണ്ട്, ചൈനയുടെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ബഹിരാഷ്ട്ര കുത്തകകളെ അതേ നിരോധിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭാരതത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം ഏറ്റവും പ്രധാനമായി ചിന്തിക്കുകയും മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യം, അത് ചൈനയും അമേരിക്കയും ഒന്നിച്ചു നിന്നുകൊണ്ട് പാകിസ്ഥാനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ഭാരതവിരുദ്ധ നിലപാട് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായി അവരുടെ കൂട്ടായ്മയുടെ ഉള്ളിൽ, അവരുണ്ടാക്കിയ കൂട്ടായ്മയുടെ ഉള്ളിൽ ഉണ്ടായ വിള്ളലാണ് ഈ നേപ്പാൾ സംഭവം. ബംഗ്ലാദേശിൽ സംഭവിച്ചതും ഒരു പരിധിവരെ മ്യാൻമാറിൽ സംഭവിക്കുന്നതും ശ്രീലങ്കയിലും ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നതും ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നതും. ചൈനയുടെ എന്ന് പറയാവുന്ന ഓപ്പറേഷൻ ഏരിയ എന്ന് കരുതിയിരുന്ന ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ചൈനയെയും കടത്തിവെട്ടി അമേരിക്ക കയ്യിലെടുക്കാൻ നോക്കുക. പാകിസ്ഥാനി നമ്മൾ കണ്ടു, പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് അമേരിക്ക ചെയ്തത്. അത് ഭാരതത്തിന് ദോഷമാകുന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എങ്കിലും ആ കൂട്ടരുടെ ഇടയിൽ കൃത്യമായ തമ്മിത്തല്ല് സ്റ്റാർട്ട് ചെയ്തു. ഇത് നേരത്തെ തന്നെ എന്നെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം മുതലാളിത്ത രാജ്യമായ അമേരിക്കയും സാമ്രാജ്യത്വ ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഇസ്ലാമിക തീവ്രവാദികളുടെ രാജ്യമായ പാകിസ്ഥാനും ഭാരതത്തെ എതിർക്കാൻ വേണ്ടി യോജിച്ചാലും തമ്മിത്തല്ല് എന്തെങ്കിലും ഉണ്ടാകണമായിരുന്നു. ആ തമ്മിത്തല്ല് നമ്മൾ കണ്ടതാണ്. 2004 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിനെ വീഴ്ത്തി ഒഴിവാക്കിക്കൊണ്ട് സോണിയയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടി ചൈനയും പാകിസ്ഥാനും അമേരിക്കയും ഏകോദര സഹോദരങ്ങളെ പോലെ അവർക്ക് ചെയ്തത്.
അകത്ത് നിൽക്കുന്ന അവരുടെ ചാരന്മാർക്ക് വേണ്ടി ക്രിസ്ത്യൻ വർഗീയവാദികൾക്കും മുസ്ലിം വർഗീയവാദികൾക്കും കമ്മ്യൂണിസ്റ്റ് അരാജകത്വവാദികൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് അന്ന് ചൈനയും അമേരിക്കയും പാകിസ്ഥാനുമാണ്. സോണിയ മൻമോഹൻ സിംഗ് ഭരണം നടക്കുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള തമ്മിത്തല്ലും കൂടെ നിർത്താൻ വേണ്ടി സോണിയ പക്ഷത്തിന് ചൈന കാശ് കൊടുക്കുന്നതും ഇഷ്ടംപോലെ പണമൊഴുക്കുന്നതും അമേരിക്ക സ്വാധീനം ചെയ്യുന്നതും പാകിസ്ഥാൻ അതിൻ്റെ വഴിയെ നടത്തി സ്വാധീനമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് ഇതിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ വന്നപ്പോൾ ആ ഒരു മത്സരം ഇവർ തമ്മിൽ എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ. നരേന്ദ്രമോദിക്കെതിരെ 2014 ഇലക്ഷൻ കഴിഞ്ഞു. അന്ന് തൊട്ട് 2019 പ്രത്യേകിച്ച് 24 കൂടുതൽ ആവേശപൂർവ്വം ഇതേ പരിശ്രമം ഈ 3 കൂട്ടരും നടത്തി പണം ഒഴുക്കി മറ്റു തരത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കി, മാധ്യമങ്ങൾ വഴിയും മറ്റുമൊക്കെ ഉള്ളത്. ഇതൊക്കെ ചെയ്തെങ്കിലും ഒന്നും നടക്കാത്തൊരു സാഹചര്യം വന്നു. അതിലെല്ലാം അവർക്ക് പരാജയം സംഭവിച്ചു. ഇപ്പോഴവർ നോക്കുന്ന ഓരോരുത്തരും അവരുടെ കാര്യം നേടാൻ നോക്കുന്നത്. ബംഗ്ലാദേശിൽ അമേരിക്ക ആവശ്യപ്പെട്ട ഒരു പ്രതിരോധ ആസ്ഥാനം കൊടുക്കുകയില്ല. അന്ന് ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് അന്ന് പറഞ്ഞു ഹസീന സർക്കാർ. ബംഗ്ലാദേശും ചൈനയുമായിട്ട് അന്ന് നല്ല ബന്ധമാണ്. അമേരിക്ക സർക്കാരിനെ തന്നെ എടുത്തു കളഞ്ഞിട്ട് അവിടെ പാവ സർക്കാരിനെ വെച്ചു, യുനെസിന്റെ സർക്കാരിനെ. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ പൂർണ്ണമായും ചൈനയുടെ പക്ഷമായിരുന്നു. അതെ, ആ ഇമ്രാൻഖാനെ നിലം തൊടിക്കാതെ ജയിലിനകത്താക്കി. ഇമ്രാൻഖാനോട് സമരങ്ങൾ അവിടെ പരാജയപ്പെട്ടു. അമേരിക്കയുടെ പാവ ഗവൺമെന്റ് അവിടെ വന്നു. ഇപ്പൊ നേപ്പാളിലും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ഞാൻ പറയാൻ വരുന്നത്, ഇന്ന് അടുത്ത ദിവസം നമ്മുടെ ABC ചർച്ചയ്ക്കകത്ത് രാമചന്ദ്രൻ സാറ് അതിനുവേണ്ടി അവിടെ മുടക്കിയ പണവും അവിടെ ഉണ്ടാക്കിയ NGOയും കുറിച്ച് കൃത്യമായ വിവരണം നൽകിയിട്ടുണ്ട്. ഒരപേക്ഷയുണ്ട്. ഇതിൽ ആദ്യത്തെ കമന്റ് നമ്മുടെ ഈ ചർച്ചയുടെ ആ ലിങ്ക് കൊടുക്കണം. അതും കൂടെ വായിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥവ്യാപ്തി വ്യക്തമാകുന്നത്. ഞാൻ ഇനി പറയാൻ വരുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഫോക്കസ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തിലുള്ള മോഹം എന്ന് പറയുന്നത്, ചൈന ആദ്യം സോവിയറ്റ് യൂണിയനായിരുന്നു. സോവിയറ്റ് യൂണിയൻ ചൈന അമേരിക്കയുടെ കൂടെ തന്നെയാണ് ആ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കിയത്. നമുക്കറിയാം, പാകിസ്ഥാനും കൂടെ കൂട്ടി. USSR അത് കഴിഞ്ഞ് ചൈന വന്നപ്പോൾ ചൈന ടിബറ്റിനെ പിടിച്ചെടുത്തു, നേപ്പാൾ പിടിച്ചെടുക്കണം, ഭൂട്ടാൻ ചൈനയുടെ ആവണം. അങ്ങനെ ചൈന കയറി വന്നു കഴിഞ്ഞാൽ ഭാരതവും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അധീശത്വത്തിൽ വരും. അങ്ങനെ വന്നു കഴിയുമ്പം അന്നാണെങ്കിൽ സഖാവ് EMS, ഇപ്പോഴാണെങ്കിൽ സഖാവ് മരിയം അലക്സാണ്ടർ ബേബിയെ നോക്കുകൂലി എന്ന് പറയുന്ന രൂപത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരിക്ക് വെക്കുമെന്നൊക്കെ അവരുടെ കണക്കൂട്ടൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ചൈന പാക് അമേരിക്കൻ അച്ചുതണ്ടിൻ്റെ ഭാഗമായി ഭരണം കിട്ടിയ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹാശിസുകളോടും കൂടി സീതാറാം യെച്ചൂരി ഏതാണ്ട് 2004 ശേഷമുള്ള കാലഘട്ടം മൊത്തം 14 വരെയുള്ളത് നേപ്പാളിൽ തന്നെയായിരുന്നു. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കൈപിടിച്ചുയർത്തുക, അതിന് വേണ്ട സഹായം ഭാരതത്തിനുള്ളിലുള്ള കമ്മ്യൂണിസ്റ്റ് പരിവാറിൽ നിന്ന്. കമ്മ്യൂണിസ്റ്റ് പരിവാർ എന്ന് മനസ്സിലാക്കണം, CPIM, അർബൻ നക്സല്, അതായത് നാടൻ നക്സല്, കാടൻ നക്സല്, മാവോയിസ്റ്റുകളെല്ലാം ചേരുന്നതാണ്. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് സീതാറാം യെച്ചൂരി നേപ്പാളിൽ ചെന്ന് നേപ്പാളിലെ ചൈനയ്ക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള ജോലി ചെയ്തത്. സോണിയയ്ക്കും താല്പര്യമുണ്ടായിരുന്നു. കാരണം രാജീവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഹിന്ദുവല്ലാത്ത ആളിനെ പ്രവേശിപ്പിക്കില്ലാത്തതുകൊണ്ട്
അങ്ങോട്ട് പ്രവേശിപ്പിക്കാഞ്ഞതിൻ്റെ വൈരാഗ്യം സോണിയയ്ക്കുമുണ്ട്. അപ്പം അവിടെ ചെന്ന് നേപ്പാൾ ഭരണ സംവിധാനത്തിൽ കൈകടത്തുന്നതിന് യെച്ചൂരി നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും സോണിയയുടെയും മൻമോഹൻ സിംഗിന്റെയും പിന്തുണയുണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുറേയധികം നേപ്പാളികൾ ഭാരതത്തിൽ നിന്ന് പോയിട്ടുണ്ട്, വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവരിലൊക്കെ ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളുടെ സ്വാധീനവും ഉണ്ടായിരുന്നു. പക്ഷെ JNUവിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന സീതാറാം യെച്ചൂരിയുടെ ഇടപെടലാണ് നേപ്പാളിനെ ഭാരത വിരുദ്ധവും ചൈനയ്ക്ക് അനുകൂലമായിട്ട് മാറ്റിയത്. അങ്ങനെ വന്ന ശേഷമാണ് നേപ്പാൾ നയതന്ത്ര ഉദ്യോഗസ്ഥ, ആ സുന്ദരിയായ നയതന്ത്ര ഉദ്യോഗസ്ഥ, ചാരവനിതയെന്ന് കണക്കാക്കപ്പെടുന്ന ആ നയതന്ത്ര ഉദ്യോഗസ്ഥ ഇപ്പോഴത്തെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്തിൻ്റെ ആളായ ഇപ്പൊ പുറത്തുപോയ KP ശർമ്മ ഓലിക്കും അതുപോലെ ഭാരതത്തിൽ നിന്ന് അങ്ങോട്ട് ചെന്ന രാഹുൽ ഗാന്ധിക്കും ഒരുപോലെ പ്രിയങ്കരിയും അടുപ്പമുള്ളവളുമായി മാറ്റിയത്. അങ്ങനെ പറയുമ്പം നേപ്പാൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുക, ആ കമ്മ്യൂണിസ്റ്റ് രാജ്യവും ചൈനയുമായിട്ടുള്ള ബന്ധം നന്നാവുക, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തുക, അങ്ങനെയൊക്കെ മോഹിച്ചിരുന്നപ്പോഴാണ് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ രാമേന്ദ്ര സാറിൻ്റെ ആ വീഡിയോയിലുള്ളതുപോലെ കൃത്യമായ ഇടപെടൽ നടത്തി അമേരിക്കയിൽ നിന്ന് US സൈഡും മറ്റും ദശലക്ഷ കോടികളുടെ സംഭാവന കൊടുത്ത് നേപ്പാളിലെ തെരഞ്ഞെടുപ്പുകളിലും ജനാധിപത്യ സംവിധാനത്തിലും മാധ്യമങ്ങളിലും വരെ ഇടപെട്ടുകൊണ്ട് അട്ടിമറിക്കുള്ള സാധ്യത കണ്ടെത്തിയത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടെ അവിടെ നടന്നതൊന്നും കേവലം ദേശാഭിമാനി പറയുന്നത് പോലെ ഈ മാധ്യമ അതിനുവേണ്ടി മാത്രമുള്ളതൊന്നുമല്ല. അതൊരു കാരണമാണ്. അവസാനം കാഞ്ചി വലിക്കുന്നതിനുള്ള ഒരു നിമിത്തം ഒന്ന് ആലോചിക്കണം. അതിൻ്റെ പിന്നിൽ അതോടൊപ്പം തന്നെ അവിടെ നടന്ന അക്രമങ്ങൾ. വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അക്രമങ്ങളൊക്കെ നടക്കുമ്പോഴും പുതിയ പ്രധാനമന്ത്രിയെ നടത്തുമ്പോഴും ഒരു സോഷ്യൽ മീഡിയ വോട്ടിംഗ് നടത്തുന്നുണ്ട്. അവരുടെ ആ സംഘടനാ സംവിധാനം വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഉപയോഗിച്ചുണ്ട്. അതിൽ പ്രശാന്തിന് വോട്ട് ചെയ്യാം, എനിക്ക് വോട്ട് ചെയ്യാം. ഇന്നലെ അതും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിൽ വോട്ട് ചെയ്യുന്ന ഒരു നേപ്പാളി പൗരനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചുരുക്കത്തിൽ നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ നടത്തുന്ന വോട്ടെടുപ്പിൽ അവരെ സഹായിക്കുന്ന വിദേശ ശക്തികൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, എവിടുന്ന് വേണമെങ്കിലും. ഇന്നലെ അത് ഇന്ത്യ ടുഡേയാണെന്ന് ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് കയറി നോക്കി അവർ കുറെ വോട്ട് അങ്ങനെ ചെയ്ത കാര്യം ഇന്ന് വാർത്തയുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അത് ഈ പറയുന്നതിനൊക്കെ അപ്പുറം പലതും ലക്ഷ്യം വെച്ചാണ്. ആ ലക്ഷ്യം അമേരിക്കയുടെ താല്പര്യത്തിന് അനുകൂലമായിട്ടാണ് പോകുന്നത്. ചൈനയ്ക്ക് അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ആ ചൈനയ്ക്ക് ലഭിക്കുന്ന ഭാരതത്തിനും എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഭാരതത്തിന് ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഇവിടുത്തെ ഭാരതത്തിലെ MA രവിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ചിന്തയൊന്നുമില്ലല്ലോ. അതുകൊണ്ടല്ലേ അവർക്ക് അല്ല പഹൽഗാമില് ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് മിണ്ടാതിരുന്നു, ഒരു പ്രതികരണം നടത്താത്തവര്. ഇന്നത്തെ ദേശാഭിമാനിക്കകത്ത് സെപ്റ്റംബർ 15 സാമ്രാജ്യത്വ വിരുദ്ധ ദിനം. എന്താ, ഇസ്രായേൽ ഖത്തറിൽ ആക്രമിച്ചു പോലും. ആക്രമിച്ചത് ശരിയാന്നല്ല ഞാൻ പറയുന്നത്. ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാവും, മൗനം പാലിക്കുന്നു മാത്രമല്ല ചർച്ച ചെയ്യണമെന്ന് പറയും. നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടണം. എന്നാൽ പിന്നെ ഇസ്രായേലുമായിട്ടും ചർച്ച ചെയ്യാനൊക്കെ പോയാൽ പോരെ. അല്ല, അതിനിവിടെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിക്കണം. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു വന്നത്, നേപ്പാളിലെ സംഭവവികാസങ്ങൾ ഭാരതവുമായുള്ള ബന്ധത്തിൽ നേപ്പാളിലെ പുതിയ സർക്കാരിന് ഭാരതവുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതല്ല
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പരിവാറിൻ്റെ ചിന്ത, അവരുടെ ചിന്ത അത് ചൈനയുടെ ആ സാമ്രാജ്യത്വ വികസന അജണ്ടയെ നേപ്പാളും ഭൂട്ടാനും കടന്ന് ഭാരതത്തിലും കടന്നു കയറി ലോകം മൊത്തം ചൈനയുടെ അധികാരത്തിനുള്ളിൽ കൊണ്ടുവരുന്നതിനുള്ള ആ എക്സ്പാൻഷനിസ്റ്റ് ഡ്രീംസ്, സാമ്രാജ്യത്വ മോഹങ്ങളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉറക്കം കെടുത്തുന്ന പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.